പുതുതായിട്ട് PC ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊസസ്സറിൻ്റെ കൂടെ മാക്സിമം എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് അതിൻ്റെ മണ്ടയിൽ വെച്ച് കൊടുക്കാമെന്നാണ് ഈ വീഡിയോ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് APU കോംബോ, അതായത് നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ ബിൽഡ് ചെയ്തിട്ട് ഭാവിയിൽ ഗ്രാഫിക്സ് കാർഡ് ഇട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് ബോട്ടിലേക്ക് വരാതെ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ഒരു PC ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് APU ബിൽഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ബെസ്റ്റ് APU ആണ് ഉള്ളത് ഇപ്പോഴത്തെ ടൈമിൽ. അത് നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ ബിൽഡ് ചെയ്തിട്ട് പിന്നീട് ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലരൊക്കെ തള്ളിക്കൊണ്ടടക്കും ഗ്രാഫിക്സ് കാർഡ് ഈ APUവിൻ്റെ പുറത്ത് ഗ്രാഫിക്സ് കാർഡ് വെക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യാനാണ്, അങ്ങനെയൊന്നും ഇല്ലേ, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. APU ബിൽഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഫ്യൂച്ചർ ഗ്രാഫിക്സ് കാർഡ് വെക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. ഈ Ryzen 5 5600G എന്ന് പറയുന്ന 6 കോർ 12 ത്രെഡ് വരുന്ന പ്രോസസ്സർ അത്യാവശ്യം GTA 5 കളിക്കാം. റോൾ പ്ലേ കളിക്കണമെങ്കിൽ 16GB RAM വെച്ചിട്ട് കളിക്കാം. സ്ട്രീം ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിമും കാര്യങ്ങളും കളിക്കുക, എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് NVIDIA RTX 3060 അല്ലെങ്കിൽ നിങ്ങൾക്ക് AMDയുടെ RX 6600 XT 6650 XT ഈ 2 ഗ്രാഫിക്സ് കാർഡ് ഇതിൻ്റെ കൂടെ വയ്ക്കാം. അപ്പോൾ നല്ലൊരു കോംബോ ആണ്. മദർ ബോർഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു B550 മദർ ബോർഡ് എടുക്കാം, B450 എടുക്കാം. അതിനകത്ത് Gen 4ൻ്റെ സപ്പോർട്ട് വരുന്നില്ല, അതുകൊണ്ട് B450 എടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ലേ. പിന്നെ അടുത്ത രണ്ടാമത്തെ APU എന്ന് പറയുന്നത് 5700G ആണ്. അത് 8 കോർ 16 ത്രെഡ് ആണ്. നമ്മളുടെ ഒരു i7 11th ജനറേഷൻ വരെ അത് കോമ്പീറ്റ് ചെയ്യും. 12th ജനറേഷനിലോട്ട് പോകില്ലേ, 12th ജനറേഷൻ സാധനം വേറെ ലെവലാണ്. അപ്പോൾ 5700Gയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ RTX 3060 Ti വെക്കാം, 3070 വെക്കാം, 3070 Ti വെക്കാം, അല്ലെങ്കിൽ AMDയുടെ ഗ്രാഫിക്സ് കാർഡായ RX 6700 വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു കോംബോ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അതായത് ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റിക്ക്. അതല്ലാതെ നിങ്ങൾക്ക് റോൾ പ്ലേ കളിക്കാനായിട്ട് ഈ ഒരു 2 APU യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റോൾ പ്ലേ കളിക്കാം. അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഇന്റൽ സീരീസിലോട്ടാണ് വരുന്നത്. ഇന്റൽ സീരീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്റ് PC ബിൽഡ് എന്ന് പറയുന്നത് ഇന്റൽ i5 12th ജനറേഷൻ സീരീസിലാണ്. അതായത് നമ്മുടെ 12400F ആണ്, 6 കോർ 12 ത്രെഡ് ആണ്. അപ്പോൾ ഇതിനോട് പെയർ ചെയ്യാൻ പറ്റിയ ഗ്രാഫിക്സ് കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ RTX 3060 യൂസ് ചെയ്യാം, 3060 Ti യൂസ് ചെയ്യാം, RX 6650 XT യൂസ് ചെയ്യാം. അപ്പോൾ ഈ 3 കോംബോയിൽ ഏത് ഗ്രാഫിക്സ് കാർഡ് വേണോ നിങ്ങൾക്ക് ഇതിലൂടെ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് 4K റെൻഡറിങ് ഇതിൽ നിന്ന് കിട്ടും. പക്ഷേ നിങ്ങൾ സ്ട്രീമിങ്ങും അതുപോലെ തന്നെ എഡിറ്റിങ്ങും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ NVIDIA ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഭേദം. അതല്ല നിങ്ങൾ വെറും ഗെയിമിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ AMD ഗ്രാഫിക്സ് കാർഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഭേദമായിരിക്കും. പക്ഷേ ഈ ഒരു AMDയും NVIDIയും രണ്ടും നല്ല ഗ്രാഫിക്സ് കാർഡാണ്, വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ സ്ട്രീമിങ്ങും എഡിറ്റിങ്ങും വരുമ്പോൾ മാത്രം NVIDIA ആണ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് നല്ലത്. അപ്പോൾ അടുത്ത കോംബോ എന്ന് പറയുന്നത് AMDയുടെ തന്നെയാണ്. ഈ ഒരു സെയിം രീതിയിൽ കോമ്പീറ്റ് ചെയ്യുന്ന സാധനമാണ് AMDയുടെ Ryzen 5 5600X ആണ്. 12400F എടുക്കണോ 5600X എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 12400F ആണ് കുറച്ച് ഭേദം. പക്ഷേ 5600X ബിൽഡ് ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇത് പറയുന്നത്. അത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ ഗ്രാഫിക്സ് കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ RTX 2060 സൂപ്പർ വയ്ക്കാം, RTX 3060 വയ്ക്കാം, 3060 Ti വയ്ക്കാം, RX 6600 വയ്ക്കാം, RX 6650 XT വയ്ക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ മാക്സിമം നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ നല്ല നല്ല ഗ്രാഫിക്സ് കാർഡ്. ഇതിന് താഴോട്ടുള്ള ഏത് ഗ്രാഫിക്സ് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വയ്ക്കാം. അപ്പോൾ ഈ ഒരു കോമ്പോയിലൂടെ നിങ്ങൾക്ക് 4K കാര്യങ്ങളൊക്കെ ഓടിപ്പൊക്കോളും. 4K എഡിറ്റിങ്, ഗെയിമിങ് യാതൊരു വിഷയമില്ലാതെ അടിപൊളിയായിട്ട് സംഭവങ്ങളൊക്കെ ഓടിപ്പൊക്കോടെ. ബോട്ടിൽ നെക്ക് വരത്തേ ഇല്ല, നല്ല അടിപൊളി പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത കോംബോ എന്ന് പറയുന്നത് ഇതൊരു ലോ അല്ലെങ്കിൽ ഒരു മിഡ് ലെവലിൽ വരുന്ന ബഡ്ജറ്റാണ്. ഇന്റലിൻ്റെ i3 12th ജനറേഷൻ ആണ്. 12100F എന്ന് പറയുന്ന പ്രൊസറാണ്. ഇതൊരു 4 കോർ 8 ത്രെഡ് പ്രൊസറാണ്. അപ്പോൾ ഈ ഒരു പ്രൊസർ യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് GTA 5 ഒക്കെ കളിക്കാം, റോൾ പ്ലേ കളിക്കാം, സ്ട്രീമും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ RX 6600 വേണമെങ്കിൽ വെക്കാം, GTX 1660 സൂപ്പർ വെക്കാം, RTX 3050 വെക്കാം. അപ്പോൾ ഈ 3 കോംബോ വെച്ചാൽ നിങ്ങൾക്ക് 1080p ഗെയിമിങ്ങും പറ്റും, അതുപോലെ തന്നെ സ്ട്രീമിങ്ങും പറ്റും. യാതൊരു ലാഗും ഇല്ലാതെ നിങ്ങൾക്ക് എഡിറ്റിങ്ങും ചെയ്യാം, സ്ട്രീമും ചെയ്യാം, റോൾ പ്ലേ കളിക്കണമെങ്കിൽ റോൾ പ്ലേ കളിക്കാൻ വലിയ വിഷയമൊന്നുമില്ല. ആ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പൊക്കോളും. അപ്പോൾ i3 എടുക്കുന്നവർക്ക് മാക്സിമം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു കോംബോ ആണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് താഴെയുള്ള ഏത് ഗ്രാഫിക്സ് കാർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാതെ വലിയ വിഷയമൊന്നുമില്ല, തള്ളിപ്പൊക്കോളും. അപ്പോൾ ഇതിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടൈമിൽ ബിൽഡ് ചെയ്യാനും ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ആയിട്ടുള്ള ഒരു PC ബിൽഡിന് വേണ്ടിയിട്ടുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് ഇന്റലിൻ്റെ 13th ജനറേഷൻ 13400F ആണ്. അപ്പോൾ ഈ ഒരു പ്രൊസസ്സർ എന്ന് പറയുന്നത് 10 കോർ 16 ത്രെഡ് ആണ്. അതായത് നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ലെവൽ പ്രൊസസ്സറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ അൾട്ടിമേറ്റ് ഗ്രാഫിക്സ് കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RTX 3080 യൂസ് ചെയ്യാം, RTX 4070 Ti യൂസ് ചെയ്യാം, RX 6800 XT യൂസ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏകദേശം 1 lakh എബോവിൽ വരുന്ന ഒരു PC ബിൽഡ് ആയിരിക്കും. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 4K റെൻഡറിങ്, അതുപോലെ തന്നെ 3DX Max എല്ലാം നല്ല വളരെ സ്മൂത്തായിട്ട് ബ്ലെൻഡറും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകുന്ന സാധനമായിരിക്കും. അതായത് വേറെ ലെവൽ ഐറ്റമാണ്. അപ്പോൾ ഇതിനോട് മാക്സിമം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ഗ്രാഫിക്സ് കാർഡാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇതൊരു വേറെ ലെവലായിട്ടാണ്. അപ്പോൾ ഇതിന് താഴെയുള്ള ഗ്രാഫിക്സ് കാർഡും വെക്കാം. പക്ഷേ ഏറ്റവും കുറഞ്ഞ ഗ്രാഫിക്സ് കാർഡ് ഇതിനകത്ത് വെക്കാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു 1660 സൂപ്പർ അല്ലെങ്കിൽ RTX 3050 ആണ്. അതിന് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബോട്ടിലിനൊക്കെ വരാൻ സാധ്യതയുണ്ട്, GPU ബോട്ടിലിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചൂസ് ചെയ്യാതിരിക്കുക, മാക്സിമം ഒരു ലെവലിൽ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ബെസ്റ്റ് GPU CPU ഇപ്പോഴത്തെ ഒരു ടൈമിൽ പറ്റിയിട്ടുള്ള കോംബോ എന്ന് പറയുന്നത്. നിങ്ങൾ PC ബിൽഡ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോംബോ നോക്കി ബിൽഡ് ചെയ്യാം. അപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടന്റ് ഇട്ടാണെങ്കിൽ അടുത്ത വീഡിയോ കാണാതെ അതുവരത്തേക്കും തരാം.